പത്തനംതിട്ടയ്ക്ക് പിന്നാലെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത മലപ്പുറം അരീക്കോടിൽ നിന്ന് പുറത്തു വരികയാണ്. 38 വയസ്സുകാരിയായ ഒരു യുവതിയെ, ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവതിയായിരുന്നു. അവരെയാണ് 10 പേര് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏറെ ഭയാനകം. അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യത്തെപ്പറ്റിയും പ്രതികരിക്കേണ്ടി വരുന്നല്ലോ എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം പീഡനങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. എല്ലാ പീഡനങ്ങളും നമ്മൾ ഒരുപോലെ വില കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ വടക്കോട്ട് മാത്രം നോക്കി നിന്നിരുന്ന നമുക്കിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നല്ലേ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിയെ മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ അറിയുന്ന ആളുകളൊക്കെ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന രീതിയിലേക്ക്, പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. എന്നിട്ട് ഒരു കായികതാരമായ കുട്ടിയാണ്, ആ കുട്ടിയെ ഈ രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്തതിൻ്റെ വാർത്ത ഞെട്ടലോടെ പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മലപ്പുറത്ത് നിന്ന് ഇത്തരം ഒരു വാർത്ത വരുന്നത്. ഒരു മാനസിക രോഗിയായിട്ടുള്ള, മാനസിക വൈകല്യം നേരിടുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അതെ, ആ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് ആദ്യം എത്തിക്കുന്നത് എവിടെയാണ്? മഞ്ചേരി ടൗണിലേക്ക് വരാൻ പറയുന്നു. ടൂറ് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ടൂറ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച്, അധ്യാപികയാണോ എന്ന് എനിക്കറിയില്ല, പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇവരെ അവിടെ എത്തിക്കുന്നു. അവിടെ എത്തിച്ചതിന് ശേഷം അരീക്കോടുള്ള ഒരു സ്കൂളിൻ്റെ പരിസരത്തെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തു എന്നതാണ് ആദ്യത്തെ കേസ് വരുന്നത്. അതിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് അടുത്ത ആൾ ഇതേ വഴി പരീക്ഷിക്കുന്നത്. ടൂർ പോവുക, അതായത് ഞാൻ പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയോട് നമ്മളെപ്പോലെ ബോധത്തോടെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരെന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത് എന്നറിയാനുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ മറ്റുള്ള ആളുകളിൽ പറയുന്നത് പോലെ നിങ്ങൾ ഒരു തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ പിന്നെ എന്തിന് രണ്ടാമതും പോയി എന്ന് ചോദിക്കുന്നതൊന്നും ഇവിടെ ന്യായമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ കാര്യം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. രണ്ടാമത്തത്, ഈ പറയുന്ന പെൺകുട്ടിയെ മാനന്തവാടിയിൽ ടൂർ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വഴി പിന്തുടർന്ന് മാനന്തവാടിയിൽ എത്തിച്ച് പീഡിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഒരു ബലാത്സംഗം, ഒരു 10ഓളം പേർ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസാണ്. 2 വർഷം മുമ്പ് ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഈ കേസിന്റെ ആരംഭം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് പരാതി നൽകുന്നത്. ഈ പരാതി ഇവർ നൽകിയതാണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ഇവർ കോഴിക്കോട് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. അവിടെ നിന്ന് നടത്തിയ ഈ കൗൺസിലിങ്ങും അത്തരം കാര്യങ്ങളിലൂടെ പുറത്തു വന്ന വിഷയമാണോ, ഇനി അതല്ല ഇവരുമായി അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് ഇപ്പോൾ പോലീസിനെ സമീപിച്ചതാണോ, തുറന്നു പറച്ചിലുകളിലൂടെ വന്നതാണോ എന്നത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ കാര്യം പോലീസ് പുറത്തു വിട്ടിട്ടില്ല. പോലീസ് മറ്റ് പ്രതികളെക്കുറിച്ചും വ്യക്തമായ വിവരം നമുക്ക് തരുന്നില്ല. കാര്യം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം മാത്രമേ, എല്ലാ തെളിവും ശേഖരിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ച പ്രതികളും ഇനി പിടിക്കാനുള്ള പ്രതികളും എല്ലാം തന്നെ എല്ലാ തെളിവുകളും ഏറ്റെടുത്തു, എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ അവരെ വിലങ്ങ് അണിയിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഒരു മാനസിക രോഗിയായ പെൺകുട്ടിയെ നമ്മളൊക്കെ ഒരു കൈത്താങ്ങായിട്ട് കൂടെ നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇപ്പം ജാതിയില്ല, മതമില്ല, നമ്മളൊക്കെ ഒന്നാണ്, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഒക്കെ ഉഴുതമറിച്ച മണ്ണാണ് എന്നൊക്കെ പറയുന്ന നാടല്ലേ ഇത്. നമ്മളിപ്പോൾ പത്തനംതിട്ടയുടെ വിഷയം പറഞ്ഞ് നിരന്തരമായിട്ട് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിരവധി ആളുകളെ അറസ്റ്റും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 62 പ്രതികളുണ്ടെന്നാണല്ലോ ആ കേസിലുള്ളൊരു വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം. അതും 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും പേരുകൾ പല ഇടങ്ങളിൽ നിന്ന്. ഇപ്പം ഏറ്റവും അതിൽ ഒടുവിൽ വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിർത്തിയിട്ട ആ ബസ്സിൽ കൊണ്ടുപോയിട്ട് വരെ ഈ 13 വയസ്സുകാരിയെ ഈ ഒരുപാട് സംഘം ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് അടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അല്ല, ഇത് സ്വന്തം നാട്ടുകാരാണെന്നേ ചെയ്യുന്നേ. ഈ കേസിലും 10 പേരാണ്. 10 പേര് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ ഈ മലപ്പുറത്ത് അരീക്കോട് നിന്ന് വരുന്നത്. അയൽവാസികള്, നാട്ടുകാര്, ബന്ധുക്കൾ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇവർ ഡയറക്റ്റ് ചെയ്യണം. അതായത് ഒരു മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ഒരുത്തൻ കൊണ്ടുപോയി റേപ്പ് ചെയ്തു, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയോ പുറത്തെത്തി. അതുകൊണ്ട് അവിടെ ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതേ വഴികളിലൂടെ സഞ്ചരിച്ച് ആ കുട്ടിയെ വീണ്ടും 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 കൊണ്ടുപോയി ട്രാപ്പ് ചെയ്ത്, അത് മറ്റൊരുത്തൻ കേൾക്കുമ്പോൾ അവനും ഈ ചിന്ത ഉണർന്ന്, വേറൊരുത്തൻ കേൾക്കുമ്പോൾ അവനും ഈ ചിന്ത ഉണർന്ന്, അങ്ങനെ 10ഓളം ആളുകളിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി ഇത് 15ലോ 20ലേക്കോ പോവില്ല നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണം വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അത്രക്ക് മൃഗീയമായ രീതിയിൽ മനുഷ്യൻ്റെ മനസ്സ്
മാറി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇവര് ഈ പെൺകുട്ടി ഇവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇതിലെ പ്രതികൾ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഇവർ പറയുന്ന രീതിയിൽ ആ സ്ത്രീ ഏതെങ്കിലും രീതിയിൽ വഴങ്ങി കൊടുത്തിട്ടോ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയില്ല. പിന്നീട് അവർ 2 ദിവസം കഴിഞ്ഞപ്പോഴൊന്നും പരാതിപ്പെട്ടില്ല. അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ധാരണ സ്വാഭാവികമായിട്ടും ഈ പ്രതികൾക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ സ്ഥലത്തേക്കും ഇവരെ വീണ്ടും ടൂറിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മാനന്തവാടിയിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു ആദ്യത്തെ പ്രതി അല്ല മാനന്തവാടിയിലേക്ക് വിളിച്ചത്, വേറെ പ്രതിയാണ്. അതായത് അപ്പൊ ഇയാളും മറ്റേയാൾക്ക് ഇൻഫോർമേഷൻ. ഞാൻ പറയുന്നത്, അപ്പൊ ഞാനിവിടെ പറയുന്നത് അവിടെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടന്ന് 2 ദിവസത്തിനകം ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ, ആ പെൺകുട്ടിക്ക് മാനസികമായ വെല്ലുവിളി നേരിടുന്നുണ്ട്. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് പരാതി പറയാൻ വേണ്ടിയിട്ട് ധൈര്യമോ ഭയമോ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അറിയില്ല ഒരു പക്ഷേ. അതെ, പക്ഷെ അവിടെ പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ ഈ രണ്ടാമത്തെ സംഭവം നടക്കുന്നതിൽ നിന്ന് ഒഴിവാകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒഴിവാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കാൻ നിൽക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന ബന്ധുക്കളും ഈ പറയുന്ന സുഹൃത്തുക്കളും ഒക്കെ തന്നെയല്ലേ. ഈ ഒരു മാനസിക വൈകല്യം നേരിടുന്ന ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് പരാതി കൊടുക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനോടോ അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് പറയുന്നതിനോടോ നമ്മൾ ആ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു ഒരു സാങ്കത്യം അല്ലെങ്കിൽ ഒരു ഗൗരവം അത് വലിയ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മെന്റലി ഞാൻ പറയാം ഗൗതമേ, ഒരു ഡിപ്രഷൻ വന്നാൽ പോലും കൃത്യമാണ്, അതിൽ ഗൗരവമില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ പ്രതികൾ ഇവിടെ ലൂപ്പ് ഹോൾ ആക്കിയിട്ട് എടുക്കുന്നതും ആ ഗൗരവമില്ലായ്മയാണ്. അതെ, പക്ഷെ അത് ഒരു വ്യക്തമായ ബോധത്തോടെയുള്ള ഒരാൾ കൊടുക്കുന്ന ലൂപ്പ് ഹോൾ അല്ല. എങ്ങനെയാണ് ലൂപ്പ് ഹോൾ ഉണ്ടാവുന്നത്? അവർ ഡിസേബിലിറ്റി എന്ന് പറയുന്ന, അതായത് മെന്റൽ ഡിസേബിലിറ്റി ആണ്. ഈ ഫിസിക്കൽ ഡിസേബിലിറ്റി പോലെ തന്നെ മെന്റൽ ഡിസേബിലിറ്റി. ഞാൻ പറയാം, ഫിസിക്കൽ ഡിസേബിലിറ്റി വന്നാൽ നമുക്ക് ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കാം. മെന്റൽ ഡിസേബിലിറ്റി വന്നാലോ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ചില ആളുകൾക്ക് സ്നേഹം അഭിനയിക്കാൻ പറ്റും. സ്നേഹം അഭിനയിച്ച് സുന്ദരമായി അവരെ കീഴ്പ്പെടുത്തി വളച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇത്തരം ആളുകളെ കൃത്യമായിട്ട് പല കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ടാവാം. അവരെ ഭയം സ്വാധീനിക്കുന്നുണ്ടാവാം പരാതി കൊടുക്കുന്നതിൽ നിന്ന്. അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ പിന്നീട് ബന്ധുക്കളെയോ വീട്ടുകാരെയൊക്കെ ഉപദ്രവം ചെയ്യുമോ, അങ്ങനെയുള്ള ഭയം ഉണ്ടാവാം. അത്തരം ഭയങ്ങളൊക്കെ ഇവരെ പിടികൂടുന്നുണ്ടാവാം പരാതി കൊടുക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കേസിൽ കൃത്യമായിട്ടും നമ്മൾ അതിനെ, ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ല, അവിടെ അതിൻ്റെതായ വെല്ലുവിളികളും ആ കുട്ടി നേരിടുന്നുണ്ട്. അല്ല, കേരളത്തിലെ വനിതാ ശിശുക്ഷേമ ഒരു മന്ത്രി ഉണ്ടല്ലോ, വീണ ജോർജ് എന്ന് പറയുന്ന ഈ മന്ത്രിയും മന്ത്രാലയവും പിന്നെ വകുപ്പൊക്കെ എന്ത് ചെയ്യാണ്? കേരളത്തിലെ ഗവൺമെൻറ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം മാനസിക വൈകല്യമുള്ള ആളുകളുടെ ഒരു കണക്കെടുക്കാനും അവർ സുരക്ഷിതമായിട്ടാണോ ജീവിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാനും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കൗൺസിലിംഗ് കൊടുക്കാനെങ്കിലും ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് വാർഡിൽ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അയൽസഭ, കുടുംബശ്രീ, പിന്നെ ഈ വാർഡ് മെമ്പർക്ക് കീഴിലുള്ള മറ്റ് പലവിധ കാര്യങ്ങൾ, പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സ്ത്രീക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അടുത്തുള്ള ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ? അല്ല. അതെ. ഇപ്പം ഈ ഒരു വിഷയമായിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ പല ആളുകളും ഇതിനെ നമ്മൾ മറ്റേ വിഷയമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. പത്തനംതിട്ട വിഷയമായിട്ട്, പത്തനംതിട്ടയിൽ ആ പെൺകുട്ടി ഒരു ദളിത് പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പീഡനം നേരിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളും സോഷ്യൽ അഭിപ്രായങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ വരുമ്പം ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എവിടെയോ ജാതി പരാമർശിച്ചിട്ടില്ല. അപ്പം ജാതി അല്ല ഇതിനുള്ളൊരു ക്രൈറ്റീരിയ, ഈ പെൺകുട്ടിയുടെ മാനസിക ഒരു ഇതാണ്, അവരുടെ സാമ്പത്തിക അവസ്ഥയാണ്, കുടുംബ പശ്ചാത്തലമാണ്. അല്ല, അത് എവിടെയും ജാതിയൊന്നും അല്ലാന്നേ, അവിടെ പെണ്ണായാൽ മതി. പെണ്ണാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. അതായത് എന്തിനാണ് സ്ത്രീകൾ പീഡിപ്പിക്കുന്നത്? ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമ്പത്തികത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അവളൊരു പെണ്ണായി ജനിച്ചു പോയത് കൊണ്ട് മാത്രമാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഏതോ ഒരു കവയിത്രി പറഞ്ഞതുപോലെ ഗർഭപാത്രമുള്ളതാണ് എൻ്റെ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗർഭപാത്രം ഉള്ളത് കൊണ്ട് മാത്രം വല്ലാതെ പരവശയായി പോയിപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ടി വരുന്ന സ്ത്രീകളുടെ നാടാണിത്. ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് പരസ്പരം കൈമാറി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൈമാറ്റത്തിലൂടെ ഇങ്ങനെ ബലാത്സംഗം ചെയ്ത നാടിനെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രബുദ്ധ കേരളം വിളിക്കാൻ പറ്റില്ല. അതെ, ഇത് പ്രബുദ്ധ കേരളമല്ല എന്ന് വീണ്ടും ഇത്തരം സംഭവങ്ങളിലൂടെ
അടി വരെ ഇടേണ്ടി വരികയാണ് നമുക്ക്. അത് നമ്മൾ അങ്ങനെ ഒരു ഗതികേടിൽ എത്തിച്ചേരുകയാണ്. നമുക്ക് അതിന് താല്പര്യം ഉണ്ടായിട്ടല്ല. ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഇതൊരു കപട കേരളമാണ്, പ്രബുദ്ധരുടെ കപട കേരളമാണെന്നാണ് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ഒരു വിഷയങ്ങളിലൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിലെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ആംഗിളുകൾ ഉണ്ടാവും. സ്പർശിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ട ഒരുപാട് ആംഗിളുകൾ ഉണ്ടാവും. ആ ആംഗിളുകളൊന്നും സ്പർശിക്കാതെ ഇതിനെ ചിലതും ജാതി വിഷയങ്ങളിൽ മാത്രം. ഇവർ ദളിത് പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പീഡനം നേരിട്ടത്. ആ ജാതി എന്ന് പറയുന്ന സാധനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരുപാട് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റു ഒരുപാട് ആസ്പെക്റ്റുകളെ ആളുകൾ കാണാതെ പോകുന്നു, അത് തന്നെ ഒന്നും സ്പർശിക്കാതെയും പോകുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ജാതി ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പത്തനംതിട്ട സംഭവത്തിൽ അതൊരു ദളിത് പെൺകുട്ടി പീഡിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. തീർച്ചയായും. അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.